പരിശുദ്ധാത്മാവിൽ വചനം സാറിനെ അഭിഷേകത്തിൽ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ പാദപീഠത്തിൽ ഇരിക്കട്ടെ. അപ്പന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നാട്ടെ. മഹത്വം അങ്ങെടുത്താട്ടെ. സാലോ ഞങ്ങൾക്കായിട്ട് ജീവൻ തന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. നല്ല സ്വർഗീയ പിതാവേ, ആമേൻ. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞു പോയി, പക്ഷേ നമ്മളിപ്പോഴും 3-ാം അധ്യായത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. എങ്കിലും നമുക്ക് 3-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ചിന്തിക്കാം. 3-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. നമ്മൾ 3-ാം അധ്യായത്തിലെ ഹവ്വായ്ക്ക് നേരിട്ട പരീക്ഷയെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. എങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനുള്ളൊരു വാക്യം അവിടെ കാണുന്ന 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചാൽ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോടെ, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആമേൻ. താങ്ക് യു. ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സൃഷ്ടിയുടെ പേരാണ് പാമ്പ്. പട്ടിയെപ്പോലെ, പൂച്ചയെപ്പോലെ, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ പോലെ, മറ്റുള്ള ഇഴ ജന്തുക്കളെ പോലെ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി. പക്ഷെ ആ സൃഷ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല എടുത്തു പറയേണ്ട സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ടാലന്റ് എന്ന് പറയുന്നത് പാമ്പ് എന്തുള്ളതായിരുന്നു? കൗശലമുള്ളതായിരുന്നു. ഈ പാമ്പിന്റെ, അപ്പോൾ ആലോചിക്കണം, ഇത് ദൈവത്തിന്റെ വേറൊരു സൃഷ്ടിയാണ്. പാമ്പെന്ന് പറയുന്നത് ഒരിക്കലും പിശാചാണോ? അല്ല. ഇറ്റ്സ് നോട്ട് സൈത്താൻ. അത് പിശാചല്ല. ദൈവത്തിന്റെ സൃഷ്ടികളെ പോലെ മറ്റ് ഉരകം കൊണ്ട് ഗമിക്കുന്ന വസ്തുക്കളിലുള്ള ഒരു സൃഷ്ടി പാമ്പ്. പക്ഷെ ഇവിടെ പറയുന്നു പാമ്പിന് എന്തുണ്ടായിരുന്നു? കൗശലം ഉണ്ടായിരുന്നു. കൗശലം അല്ലെങ്കിൽ ഉപായം എന്നൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാമർഥ്യം എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. കൗശലക്കാരെയൊക്കെ പലപ്പോഴും നമ്മൾ ഭയങ്കര സാമർഥ്യക്കാരാണെന്നൊക്കെ പറയുന്നത്. അവർക്ക് ഭയങ്കര സാമർഥ്യമാണെന്ന്. എങ്ങനെ നിൽക്കണമെന്നറിയാം, എങ്ങനെ സംസാരിക്കണമെന്നറിയാം, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം, എന്ത് ചോദിക്കണമെന്നറിയാം, എന്ത് പറയണമെന്നറിയാം. ഇതൊക്കെ ഈ കാറ്റഗറി പെടുന്ന. അപ്പം ഈ പാമ്പിന് ഏറ്റവും കൗശലമേറിയതായിരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷെ നിങ്ങളിവിടെ കേൾക്കേണ്ട, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൗശലത്തെ ആര് മുതലെടുത്തു? പിശാച് മുതലെടുത്തു. ഒരുപക്ഷെ അത്രയും നാളും പാമ്പ് വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു ടാലൻ്റ് ആണ് ഇത്, എൻ്റെ ഒരു വൈവിധ്യമാർന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടാലന്റിന് മലയാളത്തിൽ എന്താ പറയുന്നത്, എനിക്കിപ്പോൾ എൻ്റെ മലയാളം വാക്ക് കിട്ടുന്നില്ല. ടാലന്റ് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. കഴിവ് ഇതെൻ്റെ ഒരു കഴിവാണെന്നൊക്കെയാണ് പാമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കഴിവിനെ ആര് മുതലെടുത്തു? പിശാച് മുതലെടുത്തു. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതാകട്ടെ, മാനുഷികമാകട്ടെ, ഉള്ള കഴിവുകളെ നമ്മൾ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ദൈവഹിതത്തിനല്ലാതെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇത് പലപ്പോഴും എന്തു ചെയ്യും? മുതലെടുക്കാൻ മറ്റൊരു വ്യക്തി ശ്രമിക്കാറുണ്ട്. അങ്ങനെ പിശാച് പാമ്പിൻ്റെ കൗശലത്തെ മുതലെടുത്തതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. അതിന് എന്താണ് പാമ്പിന് ഇത്ര കൗശലമായിട്ടുള്ള എന്ന് ചോദിച്ചാൽ, പാമ്പ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഇവിടെ ചോദിക്കുകയാണ്, ആ വാക്യം ഒന്ന് വായിക്കാമോ? അത് യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന്
മായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ അപ്പൊ ഈ പാമ്പ് എവിടെ ജീവിക്കുന്ന ആളാ? ഏതിനെ ജീവിക്കുന്ന ആളാ? എത്ര നാളായി? മനുഷ്യനേക്കാൾ മുമ്പ് ഏതിനെ ജീവിക്കുവാണെന്ന് വേണേൽ നമുക്ക് പറയാം. കാര്യം മനുഷ്യനെയാണ് ദൈവം ഏറ്റവും അവസാനം എന്തോ ഇത് സൃഷ്ടിച്ചത്. അപ്പൊ ഈ പുള്ളിയും തിന്ന് ജീവിക്കുന്ന എന്തൊക്കെയാ? ഈ ഫലങ്ങളും ഇതൊക്കെയാണ് പാമ്പും തിന്ന് ജീവിക്കുന്നത്. പക്ഷേ സ്ത്രീയെ കണ്ടപ്പം പുള്ളിക്ക് ഒരേ ഒരു ചോദ്യം. എന്താ ചോദിച്ചത്? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന്റെ പുറത്ത് നമ്മുടെ അമ്മച്ചി ഒന്ന് പതറി. ആ ചോദിക്കുന്ന ചോദ്യമൊക്കെ വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോന്ന്. അപ്പോഴത്തേന് സ്ത്രീ പറയുന്ന ഉത്തരവാണ്, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അനേകം ദേവദാസന്മാരും തിയോളജന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്ത്രീ പറയുന്നത് ദൈവം അവരോട് എന്താ പറഞ്ഞു? ഇത് തിന്നരുതെന്ന് പറഞ്ഞു. തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. പക്ഷെ പുള്ളിക്കാരി പാമ്പ് ഇത്രയും കാര്യമായിട്ട് ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ടാലൻ്റ് കൂടെ ഒന്ന് ഇറക്കിയേക്കാന്ന് വിചാരിച്ച് പുള്ളിക്കാരി എന്തോ ചെയ്തു? ഇച്ചിരി എക്സ്ട്രാജുലേഷൻ ആ കൂട്ടത്തിലങ്ങ് കൊടുത്തു. ഇച്ചിരി നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ട് അങ്ങനെയൊക്കെ. ഏ അതിന് ഒരു ഉദാഹരണം, ഞാൻ ഒരു ഫംഗ്ഷന് പോയിരിക്കുക. അപ്പോൾ ഒരുപാട് കാശുകാരൊക്കെ ഉള്ള വലിയൊരു ഫംഗ്ഷനാണ്. അപ്പം ഞങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസിയുടെ കൂടെ ഞാനിങ്ങനെ പോയിരിക്കുന്നത്. അപ്പം ഒന്ന് രണ്ട് പേർക്കറിയാം ഞാനൊരു പാസ്റ്ററാണെന്ന്. മിക്കവാറും ഉള്ളവർക്ക് ഞാൻ പാസ്റ്ററാണെന്ന് അറിയത്തില്ല. കാര്യം എൻ്റെ സഭയിലുള്ള ഒരു സഹോദരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്. അവരുടെ ഡ്രൈവറായിട്ടന്ന് ഞാൻ പോയതാണ്. അപ്പം ഈ ഫംഗ്ഷനിലിരിക്കുന്നു. എൻ്റെ കാറാണ്, ഞാനാണ് കാർ ഓടിച്ചുകൊണ്ട് പോയത്. ഞാനും അദ്ദേഹം കൂടെ ഫംഗ്ഷനിലിരിക്കുന്നു. അപ്പം ബാക്കിയുള്ളവരെ ഒന്നും എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തിന് ഈ ഫംഗ്ഷന് വിളിച്ച വിവാഹം കഴിക്കുന്ന പെണ്ണിൻ്റെ അപ്പനെ അമ്മയൊക്കെ അറിയാം. ഇവരൊക്കെ ഒരേ ദേശത്തുള്ളവരാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും സൗത്ത് ആഫ്രിക്കയിലാണ്. ആ പെൺകുട്ടിയും ഡോക്ടറാണ്. അപ്പം ഞാനും പോയി. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്ന് 2 പേർക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പം എൻ്റെ അടുക്കെ പറഞ്ഞു, പാസ്റ്റർ ദയവായിട്ട് നിങ്ങൾ വാ, നിങ്ങളുടെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതുകൊണ്ട് ഞാനും പോയി. അവിടെ ചെന്നപ്പം ടേബിളിൽ എല്ലാവരുടെയും പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനാ വരുന്നതെന്ന് അവർക്ക് നേരത്തെ ഇൻഫോം ചെയ്തുകൊണ്ട് നമ്മുടെ പേരുമുണ്ട്, എൻ്റെ പേരുമുണ്ട്, ഈ സഹോദരൻ്റെ പേര്. അപ്പം ഞങ്ങൾ 2 പേരും മാത്രം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് വേറെ ആൾക്കാരൊക്കെ, അവരെ ആരും നമുക്കറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടോപ്പിക്കിൻ്റെ വീടിൻ്റെ കാര്യമൊക്കെ വന്നപ്പോഴത്തേന് എൻ്റെ ബ്രദർ ഒരു വീട് മേടിച്ചു. ആ സമയത്തൊരു വീട് മേടിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് പ്രാർത്ഥന കേട്ട് തനിക്കൊരു വീട് കൊടുത്തു. അത് കോടികൾ വെറുത്തായിട്ടുള്ളൊരു വീടാണ്. പക്ഷേ ദൈവിക പ്രകാരം തൻ്റെ മകനത് കിട്ടി. അപ്പം ഈ ഫോട്ടോസ് ഞാനിങ്ങനെ ഈ ബ്രദറിനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ അപ്പൻ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ സംസാരത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ബ്രദറിനോട് ചോദിച്ചു, ഇത് എവിടുത്തെ വീടാ? അപ്പോഴത്തേനും നമ്മുടെ സഹോദരൻ, ഇത് നമ്മുടെ പാസ്റ്റർ മേടിച്ച വീടാ. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ദൈവമേ, ഇനിയിപ്പോൾ ഞാനെന്ത് പറയുന്നു? പാസ്റ്റർ മേടിച്ച വീടാ. അപ്പം എനിക്കൊന്നും പറയാനുള്ളൊരവസരം ഈ ബ്രദർ കരുതില്ല. അപ്പോഴത്തേനും പുള്ളി വെച്ച് എത്രയായി? അതൊരു 1.2 crores ആയി. അപ്പോൾ പുള്ളിക്കാരൻ ഇവന് 1.2 crores ഉള്ളത്. അപ്പോൾ എന്നേക്കാൾ നല്ലതായിട്ട് ഈ ഏരിയ നമ്മുടെ വിശ്വാസിക്കറിയാം. ഞാൻ ഈ വീട് കണ്ടിട്ടില്ല, എനിക്ക് ഈ ഏരിയയെ പറ്റി അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഏരിയയെ പറ്റി നല്ല തിട്ടമാണ്. കാര്യം ഇവരൊക്കെ ഓൾമോസ്റ്റ് ആ ഏരിയ അടുത്തുള്ളവരാണ്. ഇവരുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞ, ചേട്ടൻ അവിടെ ഒരു വീട് മേടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫോട്ടോസ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഒരു ചെയ്ത ഏരിയയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് മറ്റേ പുള്ളി പറഞ്ഞു, അച്ഛാ ഇന്ന ഏരിയ അതറിയത്തില്ലേ? അതെ 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 ശരി, അങ്ങനെ ആ ഏരിയ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാനുള്ള അവസരം തന്നില്ല. പുള്ളി എന്നെ അവിടെ വെച്ചൊക്കെ കോടീശ്വരനാക്കി മാറ്റി, ആ വീടിൻ്റെ ഓണറാക്കി മാറ്റി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം 1-2 മിനിറ്റിനുള്ളിൽ അങ്ങനെ നടന്നു.
ഞാനൊന്നും പറയാതെ ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അച്ഛൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോഴും ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതു, പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും കുറേ ഒരു 19 ലക്ഷം രൂപയായി, അതൊക്കെ ഒന്ന് പുതുക്കി പണിത്, അയ്യോ എന്തുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്നേരം നമ്മളോട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞു ഞാൻ അപ്പുറത്തുനിന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛാ. അപ്പോഴത്തേനും പുള്ളി പറയാം, പാസ്റ്ററെ ഇരുന്നോട്ടെ, എനിക്കറിയാം പുള്ളി വന്ന ഇതായിരിക്കും പറയാൻ വന്നത്, അതുകൊണ്ട് ഞാനൊന്ന് ഏ, ഒന്ന് അടിച്ചു വിട്ടതാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ പിശാശു പറയുകയാണ്, വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരി കയ്യിൽ നിന്നൊരു ചെറുതായിട്ട് ഒരു ചെറിയൊരു സംഗതി പറയുകയാണ്. എന്ത് ചെയ്യുക? കഴിക്കരുതെന്ന് മാത്രമല്ല തുടരുതെന്ന് പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളും പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ അവസരങ്ങളൊക്കെ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ കൊടുക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ആലോചിക്കുക, ഇതിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. പാമ്പിൻ്റെ കൗശലത്തെ മറയാക്കി ഒരു മാനവജാതിയെ പാപത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ള ഒരുത്തനാണ് എവിടെ നിൽക്കുന്നത്? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയോട് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ച് പറഞ്ഞു വിടുമ്പോൾ അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയോടൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നു, പിന്നെ ഉണ്ട്. കഴിക്കുക മാത്രമല്ല തൊടുക പോലും അരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അടുത്ത വാക്ക്, ദൈവം എന്താണ് ഇവിടെ മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് ദൈവം മനുഷ്യനോട് പറഞ്ഞ കാര്യമാണ്, ദൈവത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അതേ ഉള്ളൂ നമുക്കറിയാൻ പറ്റുന്നത്, നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വരുത്? ഇത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് സ്ത്രീ മനുഷ്യനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതിൻ്റെ അടുത്ത വാക്കിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കാൻ നന്നല്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇനിയും ആദാം പറഞ്ഞു കൊടുത്തതാണോ എന്നറിയത്തില്ല. എന്ത്, പുള്ളിക്കാരിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട്, ഇച്ചിരി ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ആളായതുകൊണ്ട്, പൊന്നുമോളെ തൊട്ടുപോരുതേ, പണി മേടിക്കുമെന്നൊക്കെ ഇനി അച്ചാച്ചൻ പറഞ്ഞു കൊടുത്തതാണോ എന്നും നമുക്കറിയത്തില്ല. എന്ത് പറഞ്ഞു പറഞ്ഞാലും അങ്ങനെ ആയിക്കോട്ടെ. ദൈവം പറഞ്ഞു തൊടരുത്, കഴിക്കരുത്. പക്ഷെ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കൗശലത്തിൽ വീണു പോയാലുള്ള കാര്യങ്ങൾ. ഇവിടെ തിയോളജന്മാർ കൊടുത്തിരിക്കുന്ന ഒരു 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 പർട്ടിക്കുലർ ടേൺ ഉണ്ട്, ഒരു പദമുണ്ട്. അതിപ്രകാരമാണ് പാപത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജെനിസിസ് 3 അറ്റാക്ക് എന്നാണ് അതിനൊരു പേര് പറഞ്ഞിരിക്കുന്നത്. ജെനിസിസ് 3 അറ്റാക്ക്, ഉൽപ്പത്തിയുടെ 3 അറ്റാക്കുകൾ അല്ലെങ്കിൽ 3 അറ്റാക്ക്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മലയാള? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അറ്റാക്ക് എന്ന് പറഞ്ഞാല് അല്ല, പ്രതിരോധമല്ല. എനിക്കും അത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് പറഞ്ഞ് ഇതാക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് വായി വരുന്നുള്ളൂ. ആക്രമണം. ആക്രമണം, അതാ ശരി. ആക്രമണം. താങ്ക് യു ടിമി ബ്രദർ. ആക്രമണം. അപ്പം ഇതെപ്പോഴും ആലോചിച്ചോണം, 3 പാപത്തിന് മുമ്പ് ഈ 3 ആക്രമണങ്ങൾ നമുക്കുണ്ടാകും. ഈ 3 ആക്രമണങ്ങളിൽ കൂടാണ് നമ്മളെ എന്തോ ചെയ്യുന്നത്? പാപം കീഴടക്കുന്നത്. എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിയോ, ലൈഫിൽ എപ്പോഴും ഇങ്ങനെ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇനിയും നമ്മൾ കാണാൻ പോവുകയാണ്. 4-ാമത്തെ വാക്യം, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ അടുത്ത ഒരു ഉപായത്തിൽ ഏകദേശം വീണെന്ന് മനസ്സിലായപ്പോഴത്തേക്കിന് അടുത്ത കാര്യം പുള്ളി ഇറക്കുക. പുള്ളി പറയുകയാണ്, അയ്യോ അങ്ങനൊന്നുമല്ല, നിങ്ങൾ മരിക്കത്തില്ല. നിങ്ങൾ മരിക്കുമെന്ന് ആരാ പറഞ്ഞത്?
നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ വൃക്ഷത്തിന്റെ പേര് തന്നെ എന്താ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നല്ലേ? അപ്പൊ ഇതിങ്ങനെ പേരിടണമെങ്കിൽ ഇതിനെന്തെങ്കിലും കാണുമല്ലോ. അപ്പോഴാണ് സത്യം പറഞ്ഞ ആരിതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഹൗവ. ഹവ്വ ശ്രദ്ധിക്കുന്നത്. ഹവ്വ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ഹവ്വ പറയുകയാണ്, ശരിയാ, ഞാൻ അതിനെപ്പറ്റി അത്രയും ചിന്തിച്ചില്ല. ഉം. ഈ പിശാശിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ കൗശലങ്ങളെ അവിടം കൊണ്ട് അല്ലെങ്കിൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാ ആര്? ഹവ്വ. എങ്കിൽ ഹൗവ. ഞാൻ ആദാമിനോടൊന്ന് ചോദിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ദൈവം വരും, ഞാൻ ദൈവത്തോടൊന്ന് ചോദിച്ചിട്ട് പറയാം, എനിക്കറിയത്തില്ല എന്നെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി എന്തോ ചെയ്തു? ഓ, അങ്ങനാണോ? അതിനെ റെബ്യൂക്ക് ചെയ്യേണ്ടതിന് പകരം, അതിനെ തർജ്ജനം ചെയ്യേണ്ടതിന് പകരം, അതിനെ ശാസിക്കേണ്ടതിന് പകരം അതിനെ എന്തോ ചെയ്തു? താലോലിച്ചു, എന്റർടൈൻ ചെയ്തു. അങ്ങനെ എന്റർടൈൻ ചെയ്തപ്പോഴത്തേക്കിന് എന്തോ സംഭവിച്ചു? അതിനുള്ള വഴികൾ തുറന്നു കൊടുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ സംശയിക്കുന്നതാണ്. ഒരു ചെറിയ സംശയം, സത്യമാണോ? സത്യമാണോ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കൂ? ഇതൊക്കെ വല്ലയിടത്തും നടക്കൂ? ഇത് ദൈവം പറഞ്ഞതാണോ? എന്നൊക്കെയുള്ള കുറച്ച് സംശയങ്ങൾ. ഇവിടെ ഹവ്വായ്ക്കുണ്ടായ സംശയങ്ങൾ എന്താ? പാമ്പ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ എന്തോ ചെയ്യത്തില്ല, മരിക്കത്തില്ല, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് അറിയാവുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങളുടെ വിഷം കുറച്ചുകൂടെ വലുതാകും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തെ പോലെ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം. ഹവ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും അറിയണ്ട, വൈകുന്നേരം വന്നിട്ട് ആദാമേ എന്ന് പറഞ്ഞ് കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു പുള്ളി. ഇപ്പം നമ്മുടെ ഭാഷ പറഞ്ഞാൽ ജോലിയുമില്ല, കൂലിയില്ല, പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. പുള്ളി വൈകുന്നേരം വന്നിങ്ങനെ കമ്പനി അടിച്ചിട്ട് പോകുന്നു. ആഹാ, എന്ത് നല്ല ലൈഫ്. അപ്പോൾ പുള്ളിയെ കൂട്ടായി കഴിഞ്ഞാൽ രാവിലെ അധ്വാനിക്കേണ്ട കാര്യം, ദൈവം ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. എന്ത്? തോട്ടം, തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും. അപ്പോൾ ഇപ്പം രാവിലെ എണ്ണീറ്റ് ജോലി ചെയ്യണം, ഇതിനെ കാക്കണം, ചിലപ്പോൾ തടവെടുക്കണം, പഴമൊക്കെ പറിച്ച് തിന്നണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതൊക്കെ ഇതൊന്നും ചെയ്യണ്ട, ദൈവത്തെ കൂട്ടായാലോ എന്നൊക്കെ ഒരു നിമിഷം അങ്ങ് വിചാരിച്ചു. പിന്നെ അടുത്ത് പറയുന്നൊരു കാര്യം, പല ആൾക്കാരും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പാസ്റ്ററെ, ഒരു ഏതെങ്കിലും ഒരു നല്ല ജോലിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈഫ് നേഴ്സായതുകൊണ്ട് ഞാൻ നേഴ്സുമാരുടെ കാര്യം തന്നെ അങ്ങ് എടുക്കാം. പുള്ളിക്കാരി ഒരു സ്റ്റാഫ് നേഴ്സാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ നേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മാനേജറുടെ പോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ വൈഫിനെ ആരാക്കണം? മാനേജറാക്കണം, മാനേജറാക്കണം, മാനേജറാക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടോന്ന്? അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള മനസ്സിൻ്റെ അകത്തെ ഉദ്ദേശം എന്തുവാ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്ത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? മാനേജർ പോസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഒക്കെ നല്ല സാലറി, നല്ല ഫെസിലിറ്റി, അതുകൊണ്ടൊക്കെ എന്താ മാനേജർ ആയാൽ കൊള്ളാമെന്ന് ഒരു ചെറിയൊരു മോഹം. ഒരു ചെറിയൊരു മോഹം. അപ്പൊ ഇത് എവിടുന്നാ വന്നേ? അപ്പൊ ഇവിടെ അത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു മോഹം പറയാണ്, എന്തോ ചെയ്യും? നിനക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും. അത് കേട്ടപ്പെടുത്തേന് ഇനി അടുത്ത സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ആ ഭംഗിയുള്ളതും നമുക്ക് നിർത്തി പോവാം. ആ വൃക്ഷഫലം തിന്മാൻ തിന്മാൻ നല്ലതും നല്ലത്. കാണുവാൻ തിന്മാൻ നല്ലതാണെന്ന് എങ്ങനെ അറിഞ്ഞു? തിന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു? പാമ്പ് പറഞ്ഞു. പാമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലാകും. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ആര് പറഞ്ഞു? പാമ്പ് സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്ത്രീക്ക് ഇപ്പൊ തോന്നുകയാണ് ഇതെന്ത് ചെയ്യുക, തിന്നാൻ തിന്മാൻ നല്ലതാ, തിന്മാൻ നല്ലതാ. ഈ പല സമയത്തും ഈ നമ്മുടെ യൂട്യൂബിലൊക്കെ ചിലപ്പം റീൽസും ഇതുമൊക്കെ വരുമ്പോൾ ചിലപ്പം ഞാൻ കാണും. ചിലവരൊക്കെ അയച്ചിരുമ്പോൾ ഞാൻ ആലോചിക്കും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വേണം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. കാര്യം ഇവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ. അവർ നല്ലതാണെന്ന് പറയുന്നുണ്ട്. റീലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു കൊതി, ഒരു കൊതി എന്ന് പറയുന്ന തൊട്ട് ഇത് പറയുന്നതൊക്കെ അങ്ങോട്ട് കേട്ടപ്പെടുത്തേനെ പുള്ളിക്കാരിക്ക് കൊതി തോന്നി. അടുത്ത ഒരു സ്റ്റെപ്പ് ആരെടുക്കുക? ഹൗവ. ആ പാപത്തിലേക്ക് വീഴുന്നതിന്റെ കാര്യം പറഞ്ഞത്. നമ്മൾ പറയും പിശാച് വന്ന് തള്ളിയിട്ടെന്ന്. പിശാച് തള്ളിയിട്ടൊന്നുമല്ല, നമ്മളായിട്ട് തന്നെ ചാടുന്ന. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ മനസ്സിൽ ഉറപ്പിച്ചു എന്ത്? ഒന്ന്, തിന്മാൻ നല്ലത്. നല്ലതും അടുത്ത പാവം പറയുന്നു കാണുവാൻ ഭംഗിയുള്ളതും. ആ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാണുമ്പോൾ ഒരു സംഭവം ഭംഗിയുള്ളതാണോ അല്ലയോ എന്നൊക്കെ നമുക്കെന്തോ ഇപ്പൊ പറയുകയാണ് കാണാൻ ഭംഗിയുള്ളതും. അടുത്തത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. സ്ത്രീ കണ്ടു. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വാക്യത്തിൽ തന്നെ? അതിനെ കൺമോഹം. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. വായിച്ചു. 15-ാമത്തെ വാക്യം. ഇല്ല. 1 യോഹന്നാൻ 2:15. അതെ അതെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. യെസ്, അതല്ലേ? അതെ, വായിച്ചു. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആമേൻ, താങ്ക് യു. ഇവിടെ പറയുകയാണ് ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്ന ഒരുത്തിൽ എന്തോ ഇല്ല, പിതാവിന്റെ സ്നേഹമില്ല. ഒന്ന് ലോകത്തിന്റെ സ്നേഹം, ദൈവസ്നേഹം. അപ്പൊ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ ഇല്ല, ദൈവസ്നേഹമില്ല എന്നാണ് ഈ വാക്ക് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ജഡത്തിന്റെ മോഹം, കണ്ണിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്നുള്ളതൊന്നും എവിടെ നിന്നുള്ളതല്ല, പിതാവിൽ നിന്നുള്ളതല്ല. അപ്പൊ ഇനി നമ്മൾ വായിച്ച ഈ വാക്യത്തിലേക്കൊന്ന് തിരിച്ചു വരാം. ഇവിടെ ആദ്യം കാണുകയാണ് ജഡത്തിൽ നിന്നൊരു മോഹം ഉണ്ടാകുന്നത്. എന്ത്? തിന്മാൻ നല്ലത്. തിന്നുന്നത് ആർക്ക് വേണ്ടിയാ? കണ്ണിന് വേണ്ടിയാണോ? അല്ല, ജഡത്തിന് വേണ്ടി. ജഡത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മോഹം. രണ്ടാമത് കാണാൻ ഭംഗിയുള്ളത്. കണ്ടോ, ഒരു കണ്ണുകൊണ്ടുള്ളൊരു മോഹം, അത് സ്വന്തമാക്കിയാൽ കൊള്ളാവുന്ന. മൂന്നാമത് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്ത് കണ്ടുകൊണ്ടാ ഇവിടെ ഈ സ്ത്രീ ഇത് തിന്നാൻ തീരുമാനിച്ചത്? ദൈവത്തെ പോലെ ആകും, ജ്ഞാനം എനിക്ക് കിട്ടും, ദൈവത്തെ പോലെ ഞാൻ നന്മ തിന്മകളെ അറിയുന്നവനാകും. 5-ാമത്തെ വാക്യം പാമ്പ് പറയാണ് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെയാകും. അപ്പൊ ഇവിടെ കണ്ടോ, ജഡമോഹം, ജഡത്തിലൊരു മോഹം ഉദിച്ചു, അത് കണ്ണിലേക്ക് വന്നു. അപ്പൊ കണ്ണുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കുന്നു. എന്നിട്ട് ഇനി അതെനിക്ക് വേണമെന്നുള്ള
ഒരു പ്രതാപം, അല്ലെങ്കിൽ അത് വേണമെന്നുള്ള ഒരിതിലേക്ക് വന്നിട്ട് അതെന്തോ ഇത് പറിച്ച് പറിച്ചു തിന്നു, തിന്നു. പറിച്ചു തിന്നു. പാപം എപ്പോഴും ഇങ്ങനെ, പാപം എപ്പോഴും ഇങ്ങനെ. പാപത്തിൻ്റെതായിട്ടുള്ളൊരു പരീക്ഷയുണ്ട്, പാപത്തിൻ്റെതായിട്ടുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ട്. ആ ടെംപ്ടേഷനെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറികടക്കാൻ പറ്റത്തില്ല. അതെന്താ മറികടക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹമൊക്കെ ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ പറയും. പക്ഷെ പുതിയ നിയമത്തിന് അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യം, സോറി, ദൈവാത്മാവിൽ നടത്തിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ എന്തോ ചെയ്യണം, ആത്മാവിനാൽ മരിപ്പിക്കണം. പഠിപ്പിക്കുന്നു. മരിപ്പിക്കണം. ആ വാക്യം എവിടാണെന്ന് അറിയാമോ? നിങ്ങൾ ജഡത്തെ റോമാലേഖനം. അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആ 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം, 8-ന്റെ 13. പക്ഷെ പുതിയ നിയമ വിശ്വാസികളായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളെന്ത് വേണം? ജഡത്തിന്റെ പ്രവൃത്തികളെ എൻകറേജ് ചെയ്യാത്തവരായി, ജഡത്തിന്റെ പ്രവൃത്തികളെ താലോലിക്കാത്തവരായി, ആത്മാവ് കൊണ്ട് എന്തു ചെയ്യണം? ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾക്ക് മരിപ്പിക്കണം. മരിപ്പിക്കണം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, പലപ്പോഴും നമ്മൾ ഇതിൽ വീണു പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളോട് ഒരാൾ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുംവരായികളെക്കൊന്നും ചിന്തിക്കത്തില്ല. ആണോ? എങ്കിൽ ശരിയെന്നും പറഞ്ഞ് അതിനെപ്പറ്റി മനസ്സിൽ ഒരു സ്വപ്നമൊക്കെ കണ്ട് ഒരു കൊട്ടാരമൊക്കെ പണിത് നമ്മൾ അതിൻ്റെ പുറയിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. ദൈവവചനം പറയുന്നു, ജഡത്തിൻ്റെ മോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം. എനിക്ക് വളരെ ഭയമുള്ള ഒരു കാര്യമാണ് ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാര്യം അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന, ഒരുപക്ഷെ പണം സമ്പാദിക്കാൻ പറ്റുമായിരിക്കും. മറ്റുള്ളവരൊക്കെ പറയുമായിരിക്കും പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, നല്ലതാണ്. പക്ഷേ ഈ ഉൽപ്പത്തി പുസ്തകം പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. അബ്രഹാമിൻ്റെ ലൈഫിലൊക്കെ അത് ഒരുപാട് തെറ്റുകൾ പറ്റുന്ന നമ്മൾ അബ്രഹാമിൻ്റെ ലൈഫ് വരുമ്പോൾ നമുക്ക് കാണാം. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞതിനപ്പുറത്തേക്കിന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തെപ്പറ്റി, നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി, നമ്മുടെ ജോലിയെപ്പറ്റി, നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ, ദൈവം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, ഏഹ്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റു പലതും പലരും നമ്മുടെ റോൾ മോഡലാണ്, അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്ക വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ അടുത്ത റെയിൻഹാർഡ് ബോഗ് എന്നെ ആക്കണമെന്നായിരുന്നു. ഒന്നും നടന്നില്ല. ദൈവം എന്നോട് പറഞ്ഞിടാ, പുള്ളിക്ക് വിളിച്ച വിളി വേറെയായിരുന്നു, പക്ഷെ നിന്നെ വിളിച്ച വിളി വേറെയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ആശ്വസിച്ചു, കർത്താവേ നിനക്ക് നന്ദി, അറ്റ്ലീസ്റ്റ് ഒരു വിളിയെങ്കിലും ഉണ്ടല്ലോ എന്നെന്തോ ഇത് പറഞ്ഞ് ഞാനങ്ങ് ആശ്വസിച്ചു. അപ്പം എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മളെക്കുറിച്ച് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മുമ്പിലേക്ക് വന്നപ്പോൾ ആര് വീണുപോയി? നമ്മുടെ അമ്മച്ചി വീണുപോയി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഏറ്റവും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയെ പിശാച് ഉപയോഗിച്ചതുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ താലന്തുകളിലൂടെ എന്തോ ചെയ്യരുത്, പിശാച് നമ്മളെ ഉപയോഗിക്കാൻ കൊടുക്കരുത്.
ഉപയോഗിക്കാൻ കൊടുക്കരുത്. ഉപയോഗിക്കാൻ കൊടുക്കരുത്. അങ്ങനെ വീണുപോയ ഒരുപാട് പേരുണ്ട്. ദൈവത്തിലൊരു വാക്യമുണ്ട്, ഒക്കുമെങ്കിൽ വൃതന്മാരെ പോലും എന്തോ ചെയ്യുന്നു, തെറ്റിക്കാൻ. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, യഹോവയ്ക്ക് വെറുപ്പായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ദുരുപായം പ്രവർത്തിക്കുന്നവരെ, എനിക്കൊന്ന് ചിന്തിക്കുന്നവരാണോ പ്രവർത്തിക്കുന്നവരാണോ എന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് പറയും. നമ്മുടെ ഉദ്ദേശശുദ്ധി ഇല്ലാത്തൊരു സംസാരം, ഉദ്ദേശശുദ്ധി ഇല്ലാത്തൊരു പ്രവൃത്തി, ഇതൊക്കെ ദൈവനാമ മഹത്വത്തിനല്ല, നമ്മളിലൂടെ മറ്റ് പലതിനും പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക. അതാണ് ഇവിടെ പാമ്പിനും സംഭവിച്ചത്. അതുമൂലം ശപിക്കപ്പെട്ടവരായവരും മാറി. അതുമൂലം ശപിക്കപ്പെട്ടവരായവരും മാറി. അങ്ങനെ ബൈബിളിൽ വീണുപോയ അനേകരെ കുറിച്ച് നമുക്ക് കാണാം. അതിലൊരു ഉദാഹരണമാണ് അനന്യാസും സഫീറയും. നമുക്കറിയാവുന്ന വ്യക്തിജീവിതങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അവർക്കെന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവരെല്ലാം ദൈവദാസന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം അനന്യാസും തൻ്റെ ഭാര്യയായ സഫീറയും രണ്ടുപേരും നിലം വിറ്റിട്ട് ദൈവദാസന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. പക്ഷെ ഇവർ കാണിച്ചത് മറ്റുള്ളവർ കാണിച്ചു കൂട്ടല്ല. ഒരു ചെറിയൊരു കൗശം, ചെറിയൊരു ഇത് അതിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് ദൈവദാസന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോഴും പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, അനന്യാസേ, നീ ഇത്രയ്ക്കാണോ ഈ വിറ്റത്? അതേ ദൈവദാസനെ എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ. അപ്പം നമ്മുടെ പ്രവൃത്തികൾ കൗശലത്തോടു കൂടെയാണെങ്കിൽ അത് ദൈവനാമം മഹത്വപ്പെടുകയല്ല, പകരം എന്തോ ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷന് ദൈവത്തിൻ്റെ കോപം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കും. ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കും. അതിനുശേഷം 8-ാമത്തെ വാക്യമാകുമ്പോഴത്തേന് ഇതൊന്നും അറിയാതെ ഭാര്യ വരിക. ഭാര്യ വരുമ്പോഴും പത്രോസ് അപ്പോസ്തലൻ അവളോട് ചോദിക്കുന്നുണ്ട്, പറക, ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ എന്ന് അവളും പറഞ്ഞു. അപ്പം പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസ്കറിയോത്ത യൂദ. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി. കർത്താവിനാൽ വിളിക്കപ്പെട്ട് 3.5 വർഷത്തോളം കർത്താവിൻ്റെ കൂടെ നടന്ന തൻ്റെ ശിഷ്യൻ, എല്ലാ കാര്യത്തിലും കർത്താവിനെ അനുഗമിച്ച് അത്ഭുതങ്ങൾ കണ്ട, അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തി. അപ്പം നിങ്ങൾ ചോദിക്കും അതെന്താണെന്ന്. കർത്താവ് ഇവരെ ഈ രണ്ട് ആൾക്കാരെയായിട്ട് അയച്ചു. അവർ തിരിച്ചു വന്നിട്ട് അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ മർക്കോസിൻ്റെ സുവിശേഷം 10-11 അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത, ദൈവിക വിളിയുള്ള, കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങൾ ചെയ്ത, കഴിഞ്ഞ നാളുകളിൽ ദൈവഹിതമനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് ഇസ്കറിയോത്ത യൂദ. എന്നാൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു വരുന്ന 1-2 വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ യോഹന്നാൻ്റെ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യോടെ, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളൻ ആകൊണ്ട് പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. കണ്ടോ?
ഇപ്പൊ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആളാണ്. യേശുവിൻ്റെ ധനകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളാണ്. അപ്പൊ പുള്ളി യേശുവിൻ്റെ അടുത്ത് കൊണ്ട് തൈലപാത്രം ഉടച്ച് സ്ത്രീയെ നോക്കിയിട്ട് പറയാ, എന്തിനാ ഈ പാഴ്ചലമൊക്കെ? ഇത് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ വല്ല ദരിദ്രർക്കും കൊടുത്തിരുന്നെങ്കിൽ. പുള്ളി ഉടനെ കാൽക്കുലേഷൻ ഒക്കെ നടത്തി. എവിടെയാ യൂദേ നിനക്ക് തെറ്റിപ്പോയത്? അതൊരു തുടക്കമായിരുന്നു. അതൊരു തുടക്കം. മോഹത്തിന്റെ ഒരു തുടക്കം. 13-ാം അധ്യായം 2-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യം. അത്താഴം ആയപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. കണ്ടോ? ഇപ്പൊ ആര് കയറി? പിശാച്. അത്താഴമായപ്പോൾ പിശാച്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള സുവിശേഷങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാത്. 22, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22-ന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞെത്തു. അവൻ ആ വാക്ക് കൊടുത്തു. കണ്ടോ? ഏതിലായിരുന്നു പുള്ളിയുടെ ഒരു വീക്ക്നെസ്? പണത്തിൽ. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന്. അവിടെ പുള്ളിക്കാരനൊരു ചെറിയൊരു വീക്ക്നെസ്. എന്തിനോട്? പണത്തിനോട്. അപ്പൊ പണത്തിലൂടെ തന്നെ എന്തോ പറ്റി? സാത്താൻ കയറി. കണ്ടോ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്നിട്ട് ഇതുവെല്ലാം നടന്നോ? ഒന്നുമില്ല. ഇത് തന്നെ തിരിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാർക്ക് കൊടുത്തു. അവരെന്തോ ചെയ്തു? അത് സ്വീകരിച്ചില്ല. അതിപ്പം വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടി ഞാന്ന് ചത്തു. ഒരു തുണ്ട് കയറിൽ അവസാനിപ്പിച്ചു. പക്ഷെ അങ്ങനെ അവസാനിക്കേണ്ട ഒരു ജന്മമല്ലായിരുന്നു പുള്ളിയുടെ. അനേകർക്ക് ദൈവത്തെ അറിയുവാൻ പത്രോസിനെ പോലെ, അല്ലെങ്കിൽ യാക്കോബിനെ പോലെ, അല്ലെങ്കിൽ മറ്റ് ശിഷ്യന്മാരെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന് വെളിയുണ്ടായിരുന്നു, അത്ഭുതങ്ങളെ ചെയ്തൊരു വ്യക്തി. തൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ താലോലിക്കാൻ വന്നപ്പോൾ, താലോലിച്ചു കൊണ്ടുപോയപ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ്റെ ഉള്ളിൽ പിശാച് കടന്നു. അവനെ പിശാച്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളോടൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചിയുടെ പക്കൽ ആകെ. ഇവിടെ ഇരിക്കുന്നത് ആരുടെ കൂടെ? കർത്താവിൻ്റെ കൂടെ. കർത്താവിൻ്റെ കൂടെ ഒരു മേശയൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയിൽ എന്ത് കയറി? ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലായിരുന്നിട്ട് പോലും ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു കർത്താവ് അവനോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞായിരിക്കും. പണസഞ്ചി പുള്ളിയിലുള്ളത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം നമുക്ക് തന്ന കഴിവുകൾ, ദൈവം നമുക്ക് തന്ന താലന്തുകൾ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമ്മളത് മേക്ക് ഷുവർ ചെയ്യണം. നമ്മളത് തീർച്ചപ്പെടുത്തണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു ഹൈപ്പിന് വേണ്ടി അത് ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നേ. ദൈവത്തോട് പറയണം, കർത്താവ് എൻ്റെ വാക്കുകളെ നീ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. നമുക്ക് തന്നെ എല്ലാ സമയത്തും നമ്മളെപ്പോലെ വിശുദ്ധർ വേറെ ഇല്ലെന്നൊക്കെ നമുക്കങ്ങ് തോന്നി.
നമ്മൾ പ്രാർത്ഥിച്ച രണ്ട് അത്ഭുതമൊക്കെ കടന്ന ദൈവം നമ്മുടെ കൂടെ ആണെന്നങ്ങ് തോന്നി. എന്നെ കേൾക്കുന്നവരെ, പാമ്പ് കൗശലമേറിയതായിരുന്നു. ആ കൗശലത്തെ മുതലെടുത്ത ഒരു പിശാച് ഒരു വംശത്തെ, ഒരു സമൂഹത്തെ ആ കൗശലത്തിലൂടെ തകർത്ത് കളഞ്ഞു. നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പേരുടെ കാര്യം നമ്മൾ കേട്ടു. അവരൊക്കെ ദൈവസന്നിധിയിൽ. ഇത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതെന്നല്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്ന. പുള്ളിക്ക് ഇങ്ങനെ പിശാച് പലതും തോന്നിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തോന്നൽ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? ബേത്സബയുടെ അടുത്ത് പോയത്, ബേത്സബയെ വിളിപ്പിച്ചു. അതിനേക്കാളൊക്കെ വലുതുണ്ട് ആൻറ്റി. അതൊക്കെ മനുഷ്യനാ പറ്റിപ്പോയെന്നെങ്കിലും പറയാം. പണ്ട് ഒരമ്മച്ചി പറഞ്ഞോണ്ട്, ചോരയും നീരുള്ള മനുഷ്യനല്ലേ, ദാവീദിനും അങ്ങനെ പറ്റിപ്പോയെന്ന്. അതിനേക്കാളൊക്കെ വലുത് സംഭവിച്ചിട്ടുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം വാക്യം ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 22-27. നിർമ്മലിനോട് നിർമ്മലിനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തേണ്ടതിന് നീ ദൃഷ്ടി വയ്ക്കുന്നു. സോറി അപ്പോൾ ആ വാക്യമല്ല. ദാവീദ് ജനത്തെ എണ്ണുന്ന ഒരു കാര്യമുണ്ട്. അതുണ്ട്. ആ വാക്യം എവിടാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇസ്രായേൽ മക്കളെ കൗണ്ട് ചെയ്യുന്നൊരു വാക്യമുണ്ട്. എനിക്കൊന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്നൊന്ന് നോക്കുമായിരുന്നു. അവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2-ന്റെ-1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിലാണ്. 2 ശമൂവേൽ 24-ന്റെ 1 അത് തുടങ്ങുന്നുണ്ട്. സോറി 2 ശമൂവേൽ 24. ദാവീദ് കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ദാവീദ് ജനത്തെ ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അങ്ങനെ രാജാവ് തന്റെ സേനാധിപതിയായ യോവാബിനോട് ദാൻ മുതൽ ബേർശബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിക്കുവീൻ എന്ന് കൽപ്പിച്ചു. ഇവിടെ പുള്ളിക്ക് എന്തോന്നാ പറഞ്ഞിരിക്കുന്നത്? ദാവീദിന് എന്തോ ഇതു? ഇസ്രായേലിന്റെ നേരെ കോപം ജ്വലിച്ചു. അല്ല, അതിനു മുമ്പ് എണ്ണിക്കാൻ. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. 1-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു, എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് എന്തോ ഇതു? തോന്നിച്ചു. അപ്പൊ വിരോധമായിട്ട് ദൈവഹിതത്തിനല്ലാതെ എന്തെങ്കിലും തോന്നിച്ചാൽ അത് ആര് തോന്നിക്കുന്ന? പിശാച്. അതിന് മറുപടി വേണമെങ്കിൽ 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അപ്പൊ അതാരാ തോന്നിച്ചത്? സാത്താൻ. അപ്പൊ അതാരാ തോന്നിച്ച? സാത്താനാ തോന്നിച്ച. ഇപ്പൊ പുള്ളി ആരാ?
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തനായ വിജയമൊക്കെ പ്രാപിച്ച് നല്ലതുപോലെ ഇരുന്ന സമയത്ത് പുള്ളിക്കൊരു തോന്നൽ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് ആലോചിച്ചോണം. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു ദൈവത്തിന്റെ ശിക്ഷ വലിയ ഏറ്റെടുത്തു. ഒരു ബാധ ഉണ്ടായി. ഒരു ബാധ ഉണ്ടായി. 70,000 പേരെ എന്തോ ചെയ്തു? കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. നശിച്ചു. കണ്ടോ? ഒരു ചെറിയൊരു പൈശാചിക ഇടപെടൽ. നമ്മളോരത്തിൽ ഒരു ദൈവിക ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇടപെടൽ. പോയത് 70,000 പേര്. എന്നെ കേൾക്കുന്നവരെ, ഇപ്പൊ രാജാവാണ്, പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവസരം കിട്ടി, ശരി എങ്കിലൊന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച് ചെയ്തു പോയത്. ആമേൻ. കണ്ടോ എങ്ങനെയാണ് വീണു പോകുന്നതെന്ന്? കണ്ടോ? എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ കേട്ടത് കൗശലത്തിലൂടെ, ആ സർപ്പത്തിലൂടെ മനുഷ്യനെ വീഴ്ത്തിയ പിശാചിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ വീഴാൻ ഒരവസരമായിട്ട് നമ്മൾ മാറരുത്. അങ്ങനെ നമ്മൾ എന്തോ ചെയ്യരുത്? വീഴരുത്. ഇനിയും എൻ്റെ കുറച്ച് സമയം കൂടെ ഉള്ളല്ലോ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ 3-ാമത്തെ ചാപ്റ്റർ തീർക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള, ദൈവം വരുന്നു, മനുഷ്യനെ വിളിക്കുന്നു, മനുഷ്യൻ ദൈവമായിട്ട് അകന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും റിവിഷനായിട്ട് പോകുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുക. സ്ത്രീക്ക് ദൈവം കൊടുത്ത ശാപം. 15-ാമത്തെ വാക്യം, 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. ഉം, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ ഉം. കുതികാൽ. വായിച്ചോ. കുതികാൽ തകർക്കും. സ്ത്രീയോട് ഉം, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണയും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആവും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ മതി. നിന്റെ ഇവിടെ അവസാനം പറഞ്ഞു നിർത്തുന്ന 2 കാര്യമുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അവസാനം കൊണ്ട് പറഞ്ഞു നിർത്തുന്നത് എന്തൊക്കെയാ? വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ആ, വേദനയോടെ മക്കളെ പ്രസവിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, നിന്റെ ആഗ്രഹം നിന്റെ നിന്റെ ഭർത്താവിനോട് ഭർത്താവിനോട് ആകും. എന്നിട്ട് അവൻ 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 നിന്നെ നിന്നെ ഭരിക്കും. അവൻ നിന്നെ ഭരിക്കും. 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 ഇത് രണ്ടും ദൈവം ശാപം. കൊടുത്ത ശാപമാണോ അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കറിയത്തില്ല. ശാപം. പലരും അതിൽ നിന്നൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പല പരിപാടികളും നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്തോ, നിന്റെ ആഗ്രഹം എന്തോ ചെയ്യും? നിന്റെ ഭർത്താവിനോടാവും. ഭർത്താവിനോടാകും. പക്ഷെ ഈ ഒരു അവൻ ആഗ്രഹം നിന്നെ കൊണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. 2 വാക്യങ്ങളാ. അതിലൊന്ന്, അവരപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് എന്തോ ചെയ്യും? പറ്റിച്ചേരും. പറ്റിച്ചേരും. അതുകൊണ്ട് കല്യാണം കഴിച്ച ഉടനെ അപ്പനെ അമ്മയും വിട്ട് അടുത്ത വാടക വീട്ടിലേക്ക് എന്തോ ചെയ്യണം? മാറണം. മാറണം. പിന്നെ രണ്ടാമത്, അവനിലെ ആഗ്രഹം ഭർത്താവിലാവും. അതുകൊണ്ട് ഭർത്താവ് മാത്രം മതി. തമ്മിലടിക്കണം. ആ, കണ്ടോ വരുന്ന വഴിയൊക്കെ കണ്ടോ എങ്ങനെയാന്ന്? പലപ്പോഴും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ജീവിതത്തിലുണ്ട്. പലരും പൊസസീവ്, ഭയങ്കര പൊസസീവ്. എന്നോട്, ഞാനൊരു കൗൺസിലറും കൂടാണ്. അപ്പോൾ എന്നോട് പലരും പല
പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ചില സമയത്ത് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും, അയ്യോ പറയാൻ പറ്റത്തില്ല, പെട്ടുപോവും. കാര്യം നമ്മളെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ വീട്ടിൽ തന്നെ താമസിക്കേണ്ടതാ എന്ന്. അപ്പം എന്നെ കേൾക്കുന്നവരെ, നമ്മളങ്ങനെ ആവരുത്, നമ്മളങ്ങനെ ആകരുത്. സംശയത്തിൻ്റെ കണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവം തന്നതാണ് ഭാര്യ, എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ഭർത്താവ്. ഞാൻ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മറ്റൊന്നിനും എന്തോ ഇല്ല, ദൈവത്തിനൊഴിച്ച് വേറെ ഒന്നിനും സ്ഥാനമില്ല ഞങ്ങളുടെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു കുടുംബജീവിതം, അത് എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. പക്ഷെ ഞാനതെല്ലാം ചുരുക്കി ഈ ഒരു വാക്കിൽ അങ്ങ് കൊണ്ട് നിർത്തുക, ഈ ഒരു വാക്കിൽ അങ്ങ് കൊണ്ട് നിർത്തുക. ദൈവം പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ ഭർത്താവ് എന്തോ ചെയ്യും, നിന്നെ ഭരിക്കും. പുതിയ നിയമത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്തോ ചെയ്യണം, അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കണമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ഒരു അനുഗ്രഹം കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വിപരീത ദിശയിലേക്ക് നമ്മൾ മാറി വരും. അത് കാരണം പറയുന്നത് തന്നെ ഇപ്രകാരമാണ്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യം. 2 കൊരിന്ത്യർ 11:3. 2 കൊരിന്ത്യർ 11:3. പാമ്പ് ഹവ്വായെ ചതിച്ചതുപോലെ. അതെ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, ഇപ്പൊ പറയുന്നൊരു കാര്യമാണ്, പാമ്പ് ഹവ്വായെ ചതിച്ചതുപോലെ പല ഉപായങ്ങളും തന്ത്രങ്ങളും നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ അത് ഹൃദയത്തിലേക്ക് കയറ്റിയാൽ, നമ്മുടെ ജഡത്തിലേക്ക് കണ്ണിലൂടെ ജീവിതത്തിൻ്റെ പ്രതാപമായത് അത് മാറ്റിയാൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ ഏകാഗ്രത വിട്ടുപോകും, ഏകാഗ്രത വിട്ടുപോകും. ഞാൻ പലപ്പോഴും സമയത്തിൻ്റെ ഒരു ഇത് മൂലം പല മെസ്സേജുകളും കേൾക്കാറില്ലെന്നല്ല, കേൾക്കും. സമയം കിട്ടുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഏതോ ഒരു ആൻറ്റി ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ഇട്ടു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജായിരുന്നു. ഇസ്രയേൽ ഭരിച്ച ഒരു രാജാവിനെ കുറിച്ച്. ഏത് രാജാവായിരുന്നു എന്നറിയാമോ? ഏ ദാവീദിനെ കുറിച്ച്. അയ്യോ, ഇട്ടാൾ പോലും മറന്നുപോയോ ദൈവമേ. ഞാനാണോ ഞാൻ ഇട്ടേ? പറഞ്ഞു നമ്മളെ ഏത് രാജാവിനെ കുറിച്ചായിരുന്നു? കൃപ കൃപ, ഹല്ലേലൂയ. ഓർമ്മയില്ല. കർത്താവേ സ്തോത്രം. ഇസ്രായേൽ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നെന്നറിയാം? അവരുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രതമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം എന്തോ ചെയ്തു? അവരെ വിളിച്ചത്. ദാവീദ് ഉൾപ്പെടെ, ശലോമോൻ ഉൾപ്പെടെ ബാക്കിയുള്ളവരെയൊക്കെ ദൈവത്തെ ഹൃദയം ഏകാഗ്രതമാക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ ചെയ്തെന്നറിയോ? ഏകാഗ്രതമാക്കേണ്ടതിന് പകരമായിട്ട് എന്തോ സംഭവിച്ചു? വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയി, വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയി. എന്നെ കേൾക്കുന്നവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രതമാകാതെ വണ്ണം എന്ത് സംഭവിക്കും? കൗശലങ്ങൾ നമ്മെ തെറ്റിച്ച് കളയും. കൗശലങ്ങൾ നമ്മളെ തെറ്റിച്ച് കളയും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രതമാകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് കേട്ടതുപോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അത് തന്നെ.
നമ്മുടെ മുത്തശ്ശിയായ ഹവ്വയ്ക്കും സംഭവിച്ചത്. പിശാശ് വന്ന് പറയുന്നത് കേട്ടപ്പോൾ ജഡത്തിൽ ഒരു ചെറിയൊരു മോഹം, കണ്ണുകൊണ്ട് അതിനെ ആസ്വദിച്ച് പറയുക, കൊള്ളാം, തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും നന്മതിന്മകളെക്കുറിച്ച് അറിയുവാൻ നല്ലതും കാമ്യമെന്ന് ചിന്തിച്ച് കണ്ടിട്ട് അത് പറിച്ചു തിന്നു. ദൈവത്തെ ഏകാഗ്രതമായി ദൈവിക സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിൽക്കേണ്ട നിത്യജീവൻ അവകാശികളായിട്ട് എന്നേക്കും ജീവിക്കേണ്ട നമ്മൾ, ആ നിത്യജീവിതം നമ്മളിൽ നിന്ന് പോയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവെ, പിശാശ് ഗർജിക്കുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പോലെയൊക്കെ എൻ്റെ അടുക്ക വരുമ്പോൾ, അവൻ പല തന്ത്രങ്ങളും ഉപായങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുക്ക വരുമ്പോൾ അതിനെയൊക്കെ കണ്ടറിഞ്ഞ് അതിനെ ഒന്നും താലോലിക്കാതെ നമ്മൾ വായിച്ച വാക്യം 8-ാം അധ്യായം 13-ാം വാക്യം പോലെ ആത്മാവിനാൽ ജഡത്തിൻ്റെ ചിന്തകളെ മരിപ്പിക്കാനുള്ള ദൈവിക കൃപ എനിക്ക് നൽകണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതൊക്കെ ദൈവത്തിന് നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ദൈവം തരത്തില്ല, പ്രിയമുള്ളവരെ. പിന്നെ നമ്മൾ എന്തിനാ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? നമുക്കിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഹൗവ അല്ലെങ്കിൽ മനുഷ്യവർഗം വീണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇനി സംഭവിക്കാം. കാര്യം ദൈവവചനം പറയുന്നു, പിശാചിൻ്റെ സകല പ്രവൃത്തികളെ അഴിപ്പാൻ ആര് ഈ ഭൂമിയിൽ വന്നു എന്ന്? കർത്താവായ മനുഷ്യപുത്രൻ. യേശുക്രിസ്തു, മനുഷ്യപുത്രൻ. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിശാച് കെട്ടിയ ഏത് കെട്ടുകളെ എന്തോ ചെയ്യാൻ പറ്റും? നമുക്ക് അഴിക്കാൻ പറ്റും. കാര്യം അവൻ അഴിക്കാൻ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അഴിക്കാൻ കഴിവുള്ള കർത്താവിനെ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിക്കുക. ഇന്ന് രാത്രി നമ്മുടെ ഭവനത്തിലേക്കൊന്ന് ക്ഷണിച്ചിട്ട് പറ, കഴിഞ്ഞ നാളുകളിൽ ഉപായത്താൽ ഞാൻ എന്തോ ചെയ്തു? വീണുപോയി. പല മോഹങ്ങളും വന്നിട്ട് മോഹം ഗർഭം ധരിച്ച് എന്തോത്തിനെ പ്രസവിക്കുന്നു എന്നാ പറയുന്നത്? പാപത്തിലൂടെ മരണം. അങ്ങനെ പിന്നെയും നിത്യജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് വരരുത്, നമ്മുടെ തലമുറകൾക്ക് വരരുത്, ഇത് കേൾക്കുന്ന ഒരാൾക്കും വരരുത്. എന്നെ കേൾക്കുന്നവരെ, ദൈവഹിതത്താലുള്ളൊരു ദൈവിക ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം സംതൃപ്തിയുടെ ദൈവമാണ്. അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മളെ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവമാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്താൽ, നമ്മുടെ അവസ്ഥകളെ കൊടുത്താൽ ദൈവം വർദ്ധിപ്പിക്കും, ദൈവം അനുഗ്രഹിക്കും. നമ്മൾ മറ്റൊന്നിനെ പുറകിന് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അതിനെ താലോലിക്കുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ നമുക്ക് വിടാം. ലോക സ്നേഹത്തെ മാറ്റി വെച്ചിട്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് അങ്ങേ ഒന്ന് സ്നേഹിക്കണം, അങ്ങേക്കാൾ വേറെ ഒന്നിനെ എനിക്ക് സ്നേഹിക്കേണ്ട, എൻ്റെ ജീവിതത്തിൽ അങ്ങ് മാത്രം മതി, എനിക്ക് അങ്ങ് മതി, ആ നിത്യജീവൻ മതി. ഇസ്രായേലിൻ്റെ രാജാക്കന്മാരൊക്കെ അങ്ങനെ അവരുടെ ഹൃദയം ദൈവമായിട്ട് ഏകാഗ്രതമായിരിക്കേണ്ട സമയത്ത് മറ്റു പലരുമായിട്ട് കൂട്ടുകൂടി അവർ വിഗ്രഹാരാധികളായി മാറി. മറ്റു പല ദേവന്മാരെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതുമൂലം ജനം തെറ്റിപ്പോയി, അവർ തെറ്റിപ്പോയി. ദൈവം അവരെ വിളിച്ച വിളിയിൽ നിന്നൊക്കെ അവർ മാറിപ്പോയി. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ വിട്ടിട്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് അങ്ങ് മതി. ഞാൻ ഇനിയും ഇതുപോലൊരു വക്രതയെ വീണു പോകത്തില്ല, ഇതുപോലെ കൗശലങ്ങളിൽ ഞാൻ വീണു പോകത്തില്ല, ഇതുപോലെ ദുരുപായങ്ങളിലൊക്കെ ഞാൻ വീണു പോകത്തില്ല. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഓടി വന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് ഓടി വന്ന് ചാരാൻ പറ്റുന്നൊരു മാറുണ്ട്. ആ കർത്താവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാം, കർത്താവേ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇതിനെ താലോലിക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ മറ്റൊരാളോട്, എൻ്റെ സ്നേഹിതനോട്, സ്നേഹിതയോട്, അല്ലെങ്കിൽ ഭാര്യയോട്, ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങയോട് പറയുക, ഇത് ദൈവഹിതമാണെങ്കിൽ മാത്രം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, ദൈവഹിതമാണെങ്കിൽ മാത്രം അത് നടക്കട്ടെ.
എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഉടര പരിഗണപന ശബ്ദനാരികന അസ്തുര പൗഡാരികന കർത്താവെ, ഒരു ഉപായത്താൽ കർത്താവെ, ഹല്ലേലൂയ, ഏറ്റവും ടാലൻ്റുള്ള സൃഷ്ടിയുള്ള ഒന്നായിരുന്നല്ലോ കർത്താവെ ആ പാമ്പ്. ആ പാമ്പിനെ സാത്താൻ ഉപയോഗിച്ചത് മൂലം കർത്താവെ, ഉപായത്താൽ ഞങ്ങളും വീണുപോയവരാ. അങ്ങനെ വീണുപോയതുകൊണ്ട് കർത്താവെ, ഉപായത്തിലൂടെ കൺമോഹവും ജഡമോഹവും ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഞങ്ങളെ കർത്താവെ സൃഷ്ടിച്ച, ഞങ്ങളെ കർത്താവെ ആമേൻ ഈ ഭൂമിയിലേക്ക് ആക്കിയ ആ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ആ പദ്ധതിയിൽ നിന്നൊക്കെ ഞങ്ങൾ മാറിപ്പോയി. ഓ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ അധികമായി ഞങ്ങൾ പലതും ചിന്തിച്ചു കൂട്ടിയപ്പോൾ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. ഒരു ഉപായങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ചെലവാകുവാൻ ഇടയാക്കരുത്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മാവിനാൽ ജയിക്കുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകണം. ഓ, ദൈവാത്മാവിനെ ഞങ്ങൾക്ക് തന്നത് കൂടെ നടക്കാനാണല്ലോ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാനാണല്ലോ, ഞങ്ങളെ വഴി നടത്താനാണല്ലോ, സകല സത്യത്തിലും വഴി നടത്താനാണല്ലോ, പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്താനാണല്ലോ. ആ പരിശുദ്ധ അവനെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ധാരാളമായിട്ട് പകരണം, ധാരാളമായിട്ട് പകരണമേ, ധാരാളമായിട്ട് പകരണമേ. അടിയന്റെ ജീവിതത്തിൽ ധാരാളമായി പകരണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ധാരാളമായി പകരണമേ. അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ജഡീകരാണപ്പാ. ഞങ്ങളെ ആത്മീയരാക്കി മാറ്റുന്നത് അങ്ങയുടെ ആത്മാവ. ഞങ്ങൾ ജഡീകരായാൽ ജഡമോഹം ഞങ്ങളിൽ വരും, കൺമോഹം ഞങ്ങളിൽ വരും. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് പലതും അങ്ങേക്കിതില്ലാത്ത ഞങ്ങൾ ചെയ്യും. ഇന്ന് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുക. ഓ, തന്നോട് ചോദിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ എത്ര അധികവും നൽകും. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നപ്പ അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ പല കൗശലങ്ങളിലും ഉപായങ്ങളിലും ഞങ്ങൾ വീണുപോയി. ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പല ഉപായങ്ങളും ചിന്തിച്ചു, പ്രവർത്തിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കൂട്ടുകാരോട്, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളോട്, ഞങ്ങളുടെ അയൽക്കാരോടൊക്കെ പല ഉപായങ്ങൾ ഞങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങ് ക്ഷമിക്കണം. ശത്രുവായവന് അതൊന്നും മുതലെടുക്കുവാൻ ഇടയാകരുത്. ഞങ്ങളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ പറച്ചിൽ വന്നു പോയതൊക്കെ കർത്താവെ, ഇന്ന് മുതൽ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായി, നാവ് കൊണ്ട് കുരുള പറയാതെ കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ, ദിവ്യാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കാണാം. ശത്രു നമ്മളെ ഉപായങ്ങളിൽ വീഴ്ത്താതെ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽപ്പാനുള്ള ദൈവിക കൃപ എല്ലാവർക്കും ദൈവം നൽകട്ടെ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പീൻ. തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപായങ്ങൾ എന്നാണ്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അങ്ങനെ പുള്ളിക്കാരനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഓടിക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓടിക്കാം, നമ്മുടെ സഭയിൽ നിന്ന് നമുക്ക് ഓടിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്.